Good morning, children. Welcome to our biology class. നോക്കൂ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒനിയൻ പീലിൻ്റെ മൗണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ. വി സോ ഹൗ ടു പ്രിപ്പയർ എ ക്ലീൻ മൗണ്ട് ഓഫ് എ ഒനിയൻ സെൽസ്. ഒനിയൻ സെൽസിനെ എങ്ങനെയാണ് നമ്മൾ മൗണ്ട് ചെയ്യുന്നത് എന്ന് കണ്ടു. മൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. നമ്മൾ ആ സ്ലൈഡിലേക്ക് ഒനിയൻ പീലിൻ്റെ ചെറിയ പീസ് വെച്ച് നോക്കുന്നതിനെയാണ് നമ്മൾ മൗണ്ട് ചെയ്യുക എന്ന് പറയുക കേട്ടോ. സോ മൗണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടു അല്ലേ. യെസ്, okay, so I just listed the steps that we saw in the video. okay, ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള സ്റ്റെപ്സിനെ ഞാനൊന്ന് കട്ട് ഷോർട്ട് ചെയ്തിട്ട് 2-3 പോയിൻറ്റ്സ് ആക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് പഠിക്കുക കേട്ടോ. സോ നിങ്ങളുടെ എക്സാമിന് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഹൗ ടു പ്രിപ്പയർ എ ക്ലീൻ മൗണ്ട് ഓഫ് ഒനിയൻ പീൽ. എങ്ങനെയാണ് ഒനിയൻ പീലിൻ്റെ ഒരു ക്ലീൻ മൗണ്ട് നമ്മൾ ഉണ്ടാക്കുക. So you have to write these points. So what we first do, എന്താണ് നമ്മൾ ആദ്യം ചെയ്യുക? Take a onion അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ we have to take a onion, then just very carefully, and it is very easy also, we can take a small portion or a thin layer on from the onion using a forceps. Forceps is a instrument that we used in the ലാബിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഫോഴ്സെപ്സ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുല്ലോ. ആ ഉള്ളിത്തോലിൽ നിന്ന് ചെറിയൊരു പാട പോലൊരു സാധനത്തിന് ഒരു പിങ്ക് കളർ കവറിങ്ങിനെ നമ്മൾ മെല്ലെ ഇങ്ങനെ ചീന്തി എടുത്തു അല്ലേ. അതാണ് നമുക്ക് വേണ്ട ഒനിയൻ പീല് കേട്ടോ. യെസ്, ദെൻ വാട്ട് വി ഡു, ദിസ് ഒനിയൻ പീൽ ഈസ് പ്ലേസ്ഡ് ഓൺ എ ഗ്ലാസ് സ്ലൈഡ്. അതാണ് തേർഡ് പോയിൻ്റ് എഴുതിയിരിക്കുന്നത്. പ്ലേസ് എ സ്മോൾ പീസ് ഓഫ് ഒനിയൻ പീൽ ഓൺ എ ഗ്ലാസ് സ്ലൈഡ്. ഗ്ലാസ് സ്ലൈഡിലേക്ക് നമ്മൾ അങ്ങനെ ചീന്തിയെടുത്ത ഒനിയൻ പീലിൻ്റെ ഒരു ചെറിയ കഷ്ണം വയ്ക്കുന്നു. ആഫ്റ്റർ ദാറ്റ് വി ആഡഡ് മെത്തിലീൻ ബ്ലൂ. ഇറ്റ് ഈസ് എ സ്റ്റെയിൻ, ബ്ലൂ കളർ മെത്തിലീൻ ബ്ലൂ. വീഡിയോയിൽ നമ്മൾ വേറെ സെഫ്രാനിനാണ് ഒഴിച്ച് കണ്ടത്, അത് നിങ്ങൾ എഴുതണ്ട. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് മെത്തിലീൻ ബ്ലൂ എന്ന് പറയുന്ന സ്റ്റെയിനാണ്. സോ യു ഹാവ് ടു റൈറ്റ് ദാറ്റ്. ഓക്കെ, so put a drop of methylene blue solution onto the piece of onion peel on the glass slide. ഗ്ലാസ് സ്ലൈഡിൽ വെച്ചിരിക്കുന്ന ഒനിയൻ പീലിൻ്റെ പുറത്തേക്ക് നമ്മളൊരു ഡ്രോപ്പ് മെഥിലീൻ ബ്ലൂ ഒഴിച്ചു കൊടുത്തു. ആഫ്റ്റർ ദാറ്റ് വി പ്ലേസ്ഡ് എ കവർ സ്ലിപ്പ്. നോക്കൂ, കവർ സ്ലിപ്പ്. ആഫ്റ്റർ ദാറ്റ് വി പ്ലേസ്ഡ് എ കവർ സ്ലിപ്പ്. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ചെറിയൊരു ഗ്ലാസിൻ്റെ ചെറിയൊരു പീസ് ആ മാഡം വെച്ചത് കണ്ടില്ലേ. യെസ്, here we have to take more care. okay, but after or during putting the cover slip, make sure there is no air bubbles. okay, അതിൻ്റെ അകത്ത് എയർ ബബിൾസ് ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. എന്നിട്ട് മാത്രമേ നമ്മൾ ആ കവർ സ്ലിപ്പ് മുകളിൽ വെക്കാൻ പാടുള്ളൂ. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കണ്ട ഓർമ്മയുള്ള കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ സ്റ്റെയിൻ ഒഴിച്ചിട്ട് ഈ കവർ സ്ലിപ്പ് മെല്ലെ അതിൻ്റെ പുറത്ത് വെക്കുക. ഉള്ളിൽ എയർ ബബിൾ ഒന്നും കുടുങ്ങാതെ വെക്കണം. ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് നമ്മുടെ സ്ലൈഡ് റെഡിയാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഇത് പുറത്തായിട്ടുള്ള എക്സസ് സ്റ്റെയിനൊക്കെ തുടച്ച് കളഞ്ഞ് വി ക്യാൻ സീ ഓർ വി ക്യാൻ പുട്ട് ഇൻ ദി മൈക്രോസ്കോപ്പ് ഫോർ വ്യൂയിങ്. ഇങ്ങനെയാണ് നമുക്ക് ഒനിയൻ പീല് ഒരു മൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട വീഡിയോയിൻ്റെ സ്റ്റെപ്സാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോ യു ഹാവ് ടു ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ് ഇൻ ദ സെയിം വേ. ഇതിലെങ്ങനെയാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ നോട്ടിലേക്ക് നിങ്ങളൊന്ന് പകർത്തി എഴുതുക. എന്നിട്ട് നിങ്ങൾ ഈ സ്റ്റെപ്സ് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായല്ലോ. എങ്ങനെയാണ് ഒനിയൻ പീൽ ഉണ്ടാക്കുക, ഒനിയൻ പീലിൻ്റെ ഒരു മൗണ്ട് ഉണ്ടാക്കുന്നത്, ഒരു ക്ലീൻ സ്ലൈഡ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഈ സ്റ്റെപ്സാണ്. ഓക്കെ ഓക്കെ ഫോർ ടുഡേയ്സ് ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഐ ഓൾറെഡി സേ ദാറ്റ് ഐ വിൽ ഷോ എ വീഡിയോ ഓഫ് മേക്കിംഗ് ചീക്ക് സെൽ സ്ലൈഡ്. റൈറ്റ്, ചീക്ക് സെല്ലിൻ്റെ സ്ലൈഡ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. യെസ്, ഹിയർ ഈസ് എ വീഡിയോ, യു ക്യാൻ ഒബ്സർവ്. സി, ദിസ് ഈസ് ദ ചീക്ക് സെൽ. ഇതാണ് ഫൈനൽ കിട്ടുന്നത്. ഇതെങ്ങനെ എടുക്കാമെന്ന് ഇനി നമുക്ക് കാണാം. ഓക്കെ, യൂസിങ് എ ടൂത്ത് പിക്ക്. നിങ്ങൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ടൂത്ത് പിക്ക് കിട്ടും അല്ലേ. ആ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മൗത്തിൽ യു ഹാവ് ടു സ്ക്രാപ്പ് സ്ലോലി, മെല്ലെ ഒന്ന് ചുരണ്ടണം കേട്ടോ. കവിളിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് ചെറുതായിട്ട് ചുരണ്ട. ഡോണ്ട് ഹേർട്ട്. ഓക്കെ, ഹേർട്ട് ചെയ്യരുത്. സ്ലൈറ്റ്ലി ഒന്ന് നിങ്ങൾ സ്ക്രാപ്പ് ചെയ്യാം.
മേക്ക് ഷുവർ യു ആർ നോട്ട് ഗെറ്റിംഗ് ഹേർട്ട്. ദെൻ ആ ടൂത്ത് പിക്ക്, ആ വായിൽ നിന്ന് ചുരണ്ടി എടുത്ത ആ ടൂത്ത് പിക്ക് ഒരു ഗ്ലാസ് സ്ലൈഡിൽ നമ്മൾ ഒരു ഡ്രോപ്പ് വെള്ളം ഓൾറെഡി വെക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. ദെൻ എ ഡ്രോപ്പ് ഓഫ് മെഥിലീൻ ബ്ലൂ, കണ്ടോ ഇതാണ് മെഥിലീൻ ബ്ലൂ എന്ന് പറയുന്ന സ്റ്റെയിൻ. ഒരു ഡ്രോപ്പ് മെഥിലീൻ ബ്ലൂ ഒഴിച്ചു. ആഫ്റ്റർ ദാറ്റ് ഷീസ് പുട്ടിങ് എ കവർ ഗ്ലാസ്. നോക്കൂ, അതാണ് കവർ ഗ്ലാസ്, കണ്ടോ ആ സ്ക്വയർ ഷേപ്പിലുള്ള കവറിൻ്റെ ഗ്ലാസ് കണ്ടോ ഇപ്പോൾ വെച്ചത്, ഇതാണ് കവർ ഗ്ലാസ്, അതിൻ്റെ മേലിരിക്കുന്ന ആ സ്ക്വയർ ഷേപ്പിലുള്ള സാധനം. എന്നിട്ട് എക്സസ് സ്റ്റെയിന് വൈപ്പ് ചെയ്യുകയാണ്. എക്സസ് അമിതമായിട്ട് പുറത്തേക്ക് ഒലിച്ച് വരണ സ്റ്റെയിനെയൊക്കെ മെഥിലീൻ ബ്ലൂവിനെയൊക്കെ തുടച്ചെടുത്തു. നോക്കൂ, ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട്, വല്ലാതെ പ്രസ് ചെയ്യരുത് കേട്ടോ. പ്രസ് ചെയ്താൽ താഴെ ഇരിക്കുന്ന ചീക്ക് സെൽസ് എല്ലാം ഡാമേജ്ഡ് ആയി പോവും. മെല്ലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ എക്സസ് സ്റ്റെയിനെയൊക്കെ നമ്മൾ തുടച്ചെടുത്തു. ദെൻ ആഫ്റ്റർ ദാറ്റ് ദ മൗണ്ട് ഈസ് റെഡി ടു വ്യൂ. യു ക്യാൻ സീ, നോക്കൂ, പോളിഗണൽ ഷേപ്പിലുള്ള, പോളിഗൺ മീൻസ് എന്താണ്, മോർ ദാൻ 5 സൈഡ്സ്, 5 സൈഡ്സിൽ കൂടുതലുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ പോളിഗൺ എന്ന് പറയുക അല്ലേ. യെസ്, പോളിഗണൽ ഷേപ്പിലുള്ള സെൽസ് കാണാം. യു ക്യാൻ സീ, നോക്കൂ, ഇതെല്ലാം 1 സെക്കൻഡ്, ഇതെല്ലാം ചീക്ക് സെൽസ് ആണ്. ചീക്ക് സെൽസിൻ്റെ ബോർഡറിൽ അതിൻ്റെ സെൽ മെംബ്രെയിൻ ഉണ്ടാവും. അതിൻ്റെ അകത്തുള്ളത് സൈറ്റോപ്ലാസം ആണ്. സെൻറ്ററിൽ ഡോട്ടായിട്ട് കാണുന്നത് എന്താണ്, അതിൻ്റെ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, യെസ്. സോ നിങ്ങൾ ഇപ്പോൾ വീഡിയോ കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞു അല്ലേ. യെസ്, ഇനി ഒന്നും കൂടി, അപ്പോൾ നമുക്ക് ഈ മൗണ്ട് ഉണ്ടാക്കിയതിൻ്റെ സ്റ്റെപ്സ് ഒന്നും കൂടി പറയാമല്ലോ അല്ലേ. ഹൗ ദാറ്റ് ടീച്ചർ മേക്ക് എ സ്ലൈഡ്. ഒരു സ്ലൈഡ് എങ്ങനെയാണ് ആ ടീച്ചർ ഉണ്ടാക്കിയത്? ഫസ്റ്റ് ഓഫ് ഓൾ ഷീ ടുക്ക് എ ടൂത്ത് പിക്ക്, റൈറ്റ്. ഷീ ടുക്ക് എ ടൂത്ത് പിക്ക് ആൻഡ് ജസ്റ്റ് സ്ക്രാബ്ഡ് ഇൻസൈഡ് ഹെർ ചീക്ക്. ആ മാഡത്തിൻ്റെ ചീക്ക് എന്ന് വെച്ചാൽ കവിളിൻ്റെ ബാക്ക് ഉള്ളിലേക്ക്, വായുടെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് ചെറുതായിട്ടൊന്ന് സ്ക്രാപ്പ് ചെയ്തു. സ്ക്രാപ്പ് ചെയ്യുക വെച്ചാൽ ചുരണ്ടുക, ചെറുതായിട്ടൊന്ന് ചുരണ്ടി. ആൻഡ് അത് മാം ഒരിക്കലും മാമിനെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വേദനിക്കുന്ന രീതിയിൽ നിങ്ങൾ ചുരണ്ടരുത് കേട്ടോ, വെറുതെ ചെറുതായിട്ടൊന്ന് ചുരണ്ടിയാൽ മതി. ചീക്ക് സെൽസ് ആ ടൂത്ത് പിക്കിൽ വരും. ഓക്കെ, നമുക്ക് കാണാനൊന്നും പറ്റില്ല, പക്ഷേ അതിൽ വന്നിട്ടുണ്ടാവും. ദെൻ ആ ടൂത്ത് പിക്ക് നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, ഓൾറെഡി നമ്മൾ ഈ ചുരണ്ടുന്നതിന് മുന്നേ തന്നെ ഒരു ഒരു സ്ലൈഡ് എടുത്ത് വെച്ചിട്ടുണ്ടാവണം മുന്നിൽ. അതിലൊരു തുള്ളി, നമ്മുടെ വിരലിൽ ഒരു തുള്ളി ഇങ്ങനെ ഡ്രോപ്പ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒറ്റിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ചുരണ്ടാനായിട്ട്. അങ്ങനെ ചുരണ്ടിയിട്ട് ആ ടൂത്ത് പിക്ക് ആ സ്ലൈഡിലുള്ള വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഡിപ്പ് ചെയ്യുക, ഒന്ന് മുക്കി കഴിയുമ്പോൾ ആ ടൂത്ത് പിക്കിൻ്റെ അറ്റത്തുള്ള ചീക്കിലെ സെൽസൊക്കെ, നമ്മളെ കവിളിൻ്റെ സെൽസൊക്കെ ആ സ്ലൈഡിൻ്റെ പുറത്ത് പറ്റിയിട്ടുണ്ടായിരിക്കും. ആഫ്റ്റർ ദാറ്റ് ആഡ് എ ഡ്രോപ്പ് ഓഫ് മെത്തിലീൻ ബ്ലൂ. ഓക്കെ, മെത്തിലീൻ ബ്ലൂ എന്ന് പറയുന്ന സ്റ്റെയിൻ നമ്മൾ ഒരു ഡ്രോപ്പ് ഒഴിക്കുന്നു. വെയിറ്റ് ഫോർ എ മിനിറ്റ്, 1 or 2 minutes, ഒരു 1 or 2 minutes നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ, ആ സ്റ്റെയിൻ ഒന്ന് ആ സെൽസിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഷീ പുട്ട് എ കവർ ഗ്ലാസ് ഓൺ ഇറ്റ്. നിങ്ങൾ കണ്ടില്ലേ നേരത്തെ, യു ഓൾറെഡി സോ ദാറ്റ് വീഡിയോ. അപ്പം ആ ഒരു കവർ ഗ്ലാസ് നമ്മൾ അതിൻ്റെ പുറത്ത് കൂടെ വയ്ക്കുന്നു. ദെൻ കവർ ഗ്ലാസ് ജെൻ്റ്ലി ഒന്ന് പ്രസ് ചെയ്തിട്ട് എക്സസ് മെഥിലീൻ ബ്ലൂ ഒക്കെ നമ്മളൊന്ന് വൈപ്പ് ചെയ്യുന്നു. After that the slide is ready to observe. Now you can observe this cheek cell under microscope. ഈ സ്ലൈഡിനെ നേരെ മൈക്രോസ്കോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ചീക്ക് സെൽസിനെ കാണാൻ പറ്റും. This is an image which is given in your textbook. See, I already said that the cheek cells are polygonal in shape. What is polygonal? Polygonal means any structure with more than 4 or 5 sides. Okay, 4 സൈഡ്സിനേക്കാൾ കൂടുതൽ സൈഡ്സ് ഉള്ള ഏതൊരു വസ്തുവിനെയും നമ്മൾ പോളിഗൺ എന്നാണ് വിളിക്കുക. യു വിൽ സ്റ്റഡി ഡീറ്റെയിൽഡ് അബൌട്ട് പോളിഗൺസ് ഇൻ യുവർ മാത്സ് സബ്ജക്റ്റ്. ഓക്കെ, മാത്സിൽ നിങ്ങൾ പഠിക്കും പോളിഗൺസ് എന്താണെന്നുള്ളതൊക്കെ അല്ലേ. ഓക്കെ, 5 സൈഡ്സ്, പോളിഗൺ എന്ന് വെച്ചാൽ എന്താണ്, 5 സൈഡ്സ് ഉള്ള സ്ട്രക്ചേഴ്സാണ് പോളിഗൺ. ഓക്കെ, നോക്കൂ, പോളിഗണൽ ഷേപ്പിലുള്ള സെൽസാണ് ഏത് സെൽസ്, നമ്മുടെ ഹ്യൂമൻ ചീക്ക് സെൽ എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദി പാർട്സ് ഓഫ് ഹ്യൂമൻ ചീക്ക് സെൽ? ഹ്യൂമൻ ചീക്ക് സെല്ലിന് എന്തൊക്കെ പാർട്സ് ഉണ്ട്? ഹ്യൂമൻ ചീക്ക് സെൽ ഫസ്റ്റ് ഓഫ് ഓൾ ഹാവ് സെൽ മെമ്പറൈൻ, റൈറ്റ് ചിൽഡ്രൻ? എല്ലാ സെല്ലിനും ഉള്ള പോലെ ഹ്യൂമൻ ചീക്ക് സെല്ലിനും ആ സെല്ലിൻ്റെ പുറത്ത് ഒരു കവറിങ് ആയിട്ട് എന്തുണ്ട്? ദർ ഈസ് എ സെൽ മെമ്പറൈൻ.
Then inside the cell membrane there is a jelly-like substance. There is a jelly-like substance. ആ ലൈറ്റ് ബ്ലൂ കളർ പോർഷൻ ഉണ്ടല്ലോ, ഫുള്ള് നിറഞ്ഞിരിക്കുന്നത്, സെല്ലിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സാധനം കണ്ടോ? ഇറ്റ് ഈസ് എ jelly-like substance which is called, ദാ ഇവിടെയാണത് മാർക്ക് ചെയ്തിരിക്കണേ, നോക്കൂ, cytoplasm. Okay, inside the cell membrane a jelly-like substance called cytoplasm is present. And inside the cytoplasm we can see a round structure which is called nucleus. What children? Nucleus. And nucleus also have a membrane. നോക്കൂ, ന്യൂക്ലിയസിനും ഒരു മെംബ്രെയിൻ ഉണ്ട്, കണ്ടോ? ന്യൂക്ലിയസിൻ്റെ പുറത്തും ഒരു ചെറിയൊരു കവറിങ് ഉണ്ട്. ഈ കവറിങ്ങിനെ, ന്യൂക്ലിയസിൻ്റെ പുറത്തുള്ള ഈ കവറിങ്ങിനെ നമ്മൾ വിളിക്കുന്നത്, ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കൂ, ന്യൂക്ലിയസിന് പുറത്തുള്ള ഈ കവറിങ്ങിനെ നമ്മൾ വിളിക്കുന്നത് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്നാണ്. ഈസ് ദാറ്റ് ഈസി? ന്യൂക്ലിയസിൻ്റെ മെംബ്രെയിൻ, ന്യൂക്ലിയർ മെംബ്രെയിൻ. സെല്ലിൻ്റെ മെംബ്രെയിൻ ആണ് ഇത്, ദാറ്റ് ഈസ് സെൽ മെംബ്രെയിൻ. ആൻഡ് ദിസ് ഈസ് ന്യൂക്ലിയസ്, ഇത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൻ്റെ മെംബ്രെയിനെ നമ്മൾ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, so now you are familiar with what are the parts of a cheek cell, right children? Which are the parts? First is the cell membrane, right? First of all, first point adalla parayendadu, human cheek cells are polygonal cells, right? Polygonal cells aanu, and it is covered with cell membrane. It is covered with cell membrane. Inside the cell membrane we can see jelly-like substance. ഇങ്ങനെ ജെല്ലി പോലത്തെ, ജെല്ലി സ്വീറ്റ് കഴിച്ചിട്ടില്ലേ, ജെല്ലി മിഠായി ഒക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ, നിങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ടാവും. വെള്ളമല്ല എന്നാൽ കട്ടിക്കും അല്ലാതെ ഇങ്ങനെ ഒരു സാധനമാണ് അല്ലേ ജെല്ലി. അതുപോലെ ജെല്ലി ലൈക്ക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സോ ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ ദർ ഈസ് എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് കോൾഡ് cytoplasm. Inside the cytoplasm we can see a round structure called nucleus. Nucleus also have a membrane called nuclear membrane. Nucleusനും ഒരു membrane ഉണ്ട്, that is nuclear membrane. Okay children, I hope you understand. Then now we are going to study deep about cytoplasm. Okay, ഞാൻ നേരത്തെ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. For a few seconds ago I already told that what is cytoplasm. Cytoplasm is a jelly-like substance, right? Inside the cell membrane. സെല്ലിൻ്റെ അകത്ത്, സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു ജെല്ലി പോലുള്ള സബ്സ്റ്റൻസ് ആണ് സൈറ്റോപ്ലാസം. അതാണ് ഫസ്റ്റ് പോയിൻ്റ് എഴുതിയിരിക്കുന്നത്. സൈറ്റോപ്ലാസം, it is a jelly-like substance between the cell membrane and the nucleus. See, for the easy study I put a image of a cell. നോക്കൂ, ഒരു സെല്ലിൻ്റെ ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. This is a cell. Okay, ഈ സെല്ലിൻ്റെ പുറത്ത് ഏറ്റവും പുറത്തുള്ള വയലറ്റ് കളർ ലൈനാണ് അതിൻ്റെ സെൽ മെംബ്രെയിൻ. ഓക്കെ, അതിൻ്റെ അകത്ത് ഒരു ആഷ് കളർ എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഒരു ലൈറ്റ് ക്രീം കളർ പോർഷൻ കണ്ടതാ. ഇതെല്ലാം ഈ നിറഞ്ഞു കിടക്കുന്നതെല്ലാം ഇതാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് കേട്ടോ. സോ സൈറ്റോപ്ലാസം ഏതിൻ്റെയൊക്കെ ഇടയിലാണ്? ഇതാണ് ന്യൂക്ലിയസ് ആൻഡ് ഇത് സെൽ മെംബ്രെയിൻ. സോ ന്യൂക്ലിയസിൻ്റെയും സെൽ മെംബ്രെയിൻ്റെയും ഇടയ്ക്ക് കാണുന്ന ഈ സ്പേസിലാണ് നമുക്ക് ആരെ കാണുന്നത്? സൈറ്റോപ്ലാസത്തിനെ കാണുന്നത്. അതാണ് പറയുന്നത് എന്താണ്? സൈറ്റോപ്ലാസം ഈസ് എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ദി cell membrane and nucleus. Okay children? Yes, so cytoplasm is a jelly like substance present in between cell membrane and the nucleus. Then all the cell organelles like mitochondria, Golgi bodies, ribosomes, etc. seen here. Yes, did you heard about cell organelles? എന്താണ് സെൽ ഓർഗനൽസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ്, സെല്ലിൻ്റെ അകത്ത് കാണുന്ന ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട് കേട്ടോ. ന്യൂക്ലിയസ് മാത്രമല്ല, ഇൻ ദ പിക്ചർ ഇറ്റ് സെൽഫ് യു ക്യാൻ സീ ദർ ആർ സോ മെനി സ്ട്രക്ചേഴ്സ് ഹിയർ. നമുക്ക് ഓരോന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗോൾജി ബോഡി എന്ന് പറയുന്നത്. ദിസ് ഇസ് എ ഗോൾജി ബോഡി ആൻഡ് ദിസ് ഇസ് മൈറ്റോകോൺട്രിയ.
ആൻഡ് റൈബോസോംസ് ഇസ് ഓൾസോ പ്രസൻറ്റ് ഹിയർ. നോക്കൂ, ഈ ഡോട്ട് ചെറിയ മുത്തുമുത്ത് പോലെ കിടക്കുന്നതാണ് റൈബോസോംസ്. ഇത് മാത്രമല്ല, നോക്കിയോക്കൂ, ഇത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നൊക്കെ പറയും. നിങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം വേണ്ട. ഇൻ യുവർ ഹയർ ക്ലാസ്സസ് ഓർ ഇൻ ദ കമ്മിങ് ക്ലാസ്സസ് യു വിൽ സ്റ്റഡി അബൌട്ട് ദി സെൽ ഓർഗനൽസ്. നിങ്ങൾക്ക് ഇത്രയും അറിഞ്ഞാൽ മതി. ഈ സെൽ ഓർഗനൽസ് ഒക്കെ കാണുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, യെസ്, ഓൾ ഇവരെയൊക്കെ സെൽ ഓർഗനൽസ് എന്നാണ് വിളിക്കുക. ഓർഗൻസ് എന്നല്ല, ഓർഗനൽ. ഓക്കെ, മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡി, ഇങ്ങനത്തെ ഈ സാധനങ്ങളെയൊക്കെ നമ്മൾ എന്താ പറയുക? സെൽ ഓർഗനൽ. മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡി, റൈബോസോംസ് ഒക്കെ സെൽ ഓർഗനൽസ് ആണ്. ഓൾ ദി സെൽ ഓർഗനൽസ് ആർ പ്രസൻറ്റ് ഇൻ ദി സൈറ്റോപ്ലാസം. Okay, so I hope you understood the concept what is cytoplasm is. Okay, yes, let's move on to the next slide. Next is the nucleus. Next heading comes the nucleus. Children, this is a very important part. You have to thoroughly study and you have to listen. Okay, nucleus. What I say about nucleus? Nucleus, I have to say lots of things. Nucleus is a very important part of cell. First point I already written in the slide. Nucleus is a very important part of cell and it control all activities of the cell. ഓക്കെ, സെല്ലിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും, ഇതൊരു കംപ്ലീറ്റ് സെല്ലാണ്. ഈ സെല്ലിൻ്റെ നടുക്കുള്ള ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഈ സാധനമാണ് ഈ സെല്ലിൻ്റെ ഉള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത്. സോ ന്യൂക്ലിയസ് കൺട്രോൾ ഓൾ ആക്ടിവിറ്റീസ് ഓഫ് എ സെൽ. ആൻഡ് വേർ ദ ന്യൂക്ലിയസ് ഇസ് സിറ്റുവേറ്റഡ്? എവിടെയാണ് ന്യൂക്ലിയസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഇൻസൈഡ് ദി സെൽ, റൈറ്റ്? ദാറ്റ് ഈസ് ദി സെക്കൻഡ് പോയിൻറ്റ്. ന്യൂക്ലിയസ് ഈസ് സിറ്റുവേറ്റഡ്, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻസൈഡ് ദി സെൽ. സോ ന്യൂക്ലിയസിനെ പറ്റി നമ്മൾ ഈ സ്ലൈഡിൽ 3 പോയിൻറ്റ്സ് ആണ് പഠിച്ചത്. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് സെൽ. ആൻഡ് സെക്കൻഡ് പോയിൻറ്റ്, ഇറ്റ് കൺട്രോൾസ് ഓൾ ആക്ടിവിറ്റി ഓഫ് സെൽ. ആൻഡ് തേർഡ് പോയിൻറ്റ്, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻസൈഡ് ദി സെൽ. ദെൻ നോക്കൂ, ഈ ന്യൂക്ലിയസിൻ്റെ ഇവിടെ നമ്മൾ കണ്ട ഈ ന്യൂക്ലിയസിൻ്റെ ചിത്രമാണ് നെക്സ്റ്റ് സ്ലൈഡിൽ മാം കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഇതൊരു ന്യൂക്ലിയസ് ആണ്. ദെൻ ന്യൂക്ലിയസ് ഹാവ് എ കവറിങ് കോൾഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ. നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? കഴിഞ്ഞ സ്ലൈഡുകളിൽ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂക്ലിയസിനും ഒരു മെംബ്രെയിൻ ഉണ്ട്, ഒരു കവറിങ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ. സി, ഇത് കണ്ടോ, ആ പുറത്തു കൂടെയുള്ള ആ ഡോട്ട് കുറച്ച് വിട്ടുവിട്ടിട്ടുള്ള വരകൾ കണ്ടോ? ഇതാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ദിസ് ഈസ് എ ന്യൂക്ലിയർ മെംബ്രെയിൻ. സോ ന്യൂക്ലിയസ് ഹാവ് എ കവറിങ് വിച്ച് ഇസ് കോൾഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ആൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ സെപ്പറേറ്റ്സ് ദി സൈറ്റോപ്ലാസം ആൻഡ് ദി ന്യൂക്ലിയസ്. യെസ്, ഇതാണല്ലോ ന്യൂക്ലിയസ്. ഇതാണല്ലോ അല്ലേ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് കാണുന്നത് എവിടെയാണ്? സെല്ലിൻ്റെ അകത്താണ്. അപ്പോൾ സെല്ലിൻ്റെ അകത്ത് ഓൾറെഡി സൈറ്റോപ്ലാസം ഉണ്ടാവും. സൈറ്റോപ്ലാസം ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് ഒന്ന് മിക്സ് ആവാതിരിക്കാൻ സൈറ്റോപ്ലാസത്തിനെയും ന്യൂക്ലിയസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ് കേട്ടോ. ഇങ്ങനൊരു മെംബ്രെയിൻ ഉള്ളതുകൊണ്ടാണ് സൈറ്റോപ്ലാസവും ഇതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റുകളും മിക്സ് ആവാത്തത്. അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, സൈറ്റോപ്ലാസത്തിനെയും ന്യൂക്ലിയസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. ഓക്കെ, ദെൻ ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് പോറസ് ഇൻ നേച്ചർ. ന്യൂക്ലിയർ മെംബ്രെയിൻ നോക്കൂ, ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇറ്റ് ഈസ് പോറസ് ഇൻ നേച്ചർ. നമ്മൾ സെൽ മെംബ്രെയിൻ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു സെൽ മെംബ്രെയിൻ ഈസ് പോറസ്. വാട്ട് ഇറ്റ് മീൻസ് ചിൽഡ്രൻ? പോറസ് മീൻസ് സോ മെനി പോർസ്, ചെറിയ ചെറിയ ഓട്ടകൾ, ഹോൾസ് കാണാൻ പറ്റും ഇതിൻ്റെ ഈ മെംബ്രെയിനിൽ. ഓക്കെ, നോക്കൂ, ഇതാണ്ടോ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇറ്റ് ഈസ് എ ഹോൾ, ഇറ്റ് ഈസ് അനദർ പോർ, ദിസ് ഈസ് അനദർ പോർ. കണ്ടോ, കുറേ പോർസ് കാണാൻ പറ്റും. സോ ദ ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് പോറസ് ഇൻ നേച്ചർ. ഇനി ഇതെന്തിനാ സഹായിക്കുക? ഈ ഓട്ടകൾ എന്തിനാ സഹായിക്കുക? ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ ദി സൈറ്റോപ്ലാസം ആൻഡ് ദി ന്യൂക്ലിയസ്. യെസ്, ഇതൊക്കെ ഇവിടെ എല്ലാം സൈറ്റോപ്ലാസാണ്, സെല്ലിൻ്റെ സൈറ്റോപ്ലാസാണ്. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ നിന്നും വസ്തുക്കളെ ന്യൂക്ലിയസിൻ്റെ അകത്തേക്കും അകത്തു നിന്നും പുറത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ഈ ഓട്ടകൾ സഹായിക്കുന്നത്. ഓക്കെ, ദിസ് പോർ ഹെൽപ്സ് ഫോർ ദി ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽ ഫ്രം ദി സൈറ്റോപ്ലാസം to nucleus and
ഫ്രം ദ ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ നിന്ന് ന്യൂക്ലിയസിലേക്കും ന്യൂക്ലിയസിൽ നിന്ന് തിരിച്ച് സൈറ്റോപ്ലാസത്തിലേക്കും മെറ്റീരിയൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഈ ചെറിയ ചെറിയ പോഴ്സ് വഴി സാധിക്കാറുണ്ട്. ഓക്കെ, സോ ഇൻ ദിസ് സ്ലൈഡ് നമ്മൾ എന്താ പഠിച്ചത്? ന്യൂക്ലിയർ മെംബ്രെയിൻ പഠിച്ചു അല്ലേ? ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് എ കവറിങ് ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ കവറിങ് ആണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ എന്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നു? സൈറ്റോപ്ലാസത്തിനെയും ന്യൂക്ലിയസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. ദെൻ ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് പോറസ് അല്ലേ? ന്യൂക്ലിയർ മെംബ്രെയിനിൽ ഒരുപാട് പോർസ് കാണാൻ സാധിക്കുന്നുണ്ട്, ഓട്ടകൾ കാണാൻ സാധിക്കുന്നു. ഇതെന്തിനെ സഹായിക്കുക? ഇറ്റ് ഹെൽപ്സ് ഫോർ ദി ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. സൈറ്റോപ്ലാസത്തിൻ്റെയും ന്യൂക്ലിയസിൻ്റെ ഇടയിൽ മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടാനൊക്കെ സഹായിക്കുന്നു. ദെൻ നെക്സ്റ്റ് slide comes. Inside the nucleus, we can see a small spherical body called nucleolus. See children, നോക്കൂ, ഇത് നമ്മുടെ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ അകത്തും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു സ്ട്രക്ചർ കാണാൻ പറ്റും. നോക്കൂ, ന്യൂക്ലിയസിൻ്റെയും അകത്ത് ചെറിയൊരു റൗണ്ട്, ഒരു സ്പെറിക്കൽ സ്ട്രക്ചർ കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. വാട്ട് ചിൽഡ്രൻ? ന്യൂക്ലിയോലസ്. ന്യൂക്ലിയോലസ്. ഓക്കെ, അതിൻ്റെ ഫങ്ഷൻ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. സോ ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ നെയിം പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇൻസൈഡ് ദ ന്യൂക്ലിയസ് we can see a small spherical body called nucleolus. Okay, then we can see some thread-like structures inside the nucleus, right? നമുക്ക് ന്യൂക്ലിയസിൻ്റെ അകത്ത് കുറേ ത്രെഡ് പോലത്തെ സ്ട്രക്ചേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? യെസ്, ദാറ്റ് സ്ട്രക്ചർ ഈസ് കോൾഡ് ക്രോമോസോംസ്. അതിനെയാണ് നമ്മൾ ക്രോമസോം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഇൻസ്റ്റെഡ് ഓഫ് ന്യൂക്ലിയോലസ് അല്ലാതെ നോക്കൂ, നമുക്ക് കുറച്ച് ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള നൂല് പോലത്തെ കുറേ സ്ട്രക്ചേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ക്രോമസോം എന്ന് പറയുന്നത്. ഓക്കെ ചിൽഡ്രൻ, യെസ്, ദിസ് ക്രോമസോം കണ്ടെയ്ൻ ജീൻസ്. ഈ ക്രോമസോം, ഈ ത്രെഡ് ലൈക്ക്, ഈ നൂല് പോലെ കിടക്കുന്ന ക്രോമസോമിൻ്റെ അകത്താണ് ജീൻസ് ഇരിക്കുന്നത്. ജീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പീസസ് ഓഫ് DNA ആണ് കേട്ടോ. ചെറിയ ചെറിയ DNA കഷ്ണങ്ങളെയാണ് നമ്മൾ ജീൻസ് എന്ന് പറയുക. ഓക്കെ, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഈ ക്രോമസോമിൻ്റെ അകത്ത് ജീൻസ് ഉണ്ട്. ഓക്കെ, ജീൻസ് ഹെൽപ്പ് ഇൻ ദി ട്രാൻസ്ഫർ ഓഫ് ക്യാരക്ടർ ഫ്രം പാരൻറ്റ് ടു ഓഫ് സ്പ്രിങ്. യെസ്, ജീൻസാണ് എന്തിന് സഹായിക്കുന്നത്? നമ്മളുടെ അച്ഛനും അമ്മയിൽ നിന്നും നമുക്ക് കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ആ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് കിട്ടാൻ കാരണക്കാരനാവുന്നത് ഈ ജീൻസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്ത്, അതായത് നമ്മളുടെ മദറിൻ്റെ വയറ്റിനകത്ത് നമ്മൾ ചെറിയൊരു കുഞ്ഞായിട്ട് മാറുന്ന ടൈമിൽ തന്നെ നമുക്ക് ഈ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്നും കിട്ടുന്നത് എന്താണ്? ഈ ജീൻസാണ്. ഓക്കെ, ആ ജീൻസ്, രണ്ടുപേരുടെയും ജീൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അവർക്കുള്ള പല ക്യാരക്ടേഴ്സും നമുക്കും കിട്ടുന്നത്. ചിലപ്പോൾ നമ്മുടെ അമ്മയുടെ ഹെയർ നല്ല കേളി ആയിരിക്കും, ചിലപ്പോൾ ആ ട്രെയ്റ്റ് നമുക്ക് കിട്ടും, ആ ക്യാരക്ടർ നമുക്ക് കിട്ടും അല്ലേ? ചിലപ്പോൾ അച്ഛൻ്റെ ഐബ്രോസ് അതല്ലെങ്കിൽ ഹെയറിൻ്റെ കളർ കുറച്ച് ബ്രൗണിഷ് കളറായിരിക്കാം, ചിലപ്പോൾ ആ ക്യാരക്ടർ നമുക്ക് കിട്ടും. ഇത് കിട്ടാൻ കാരണം എന്താണ്? ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടാൻ കാരണം എന്താണ്? ബിക്കോസ് we get genes from our parents. നമ്മളുടെ പാരൻസിൽ നിന്നും നമുക്ക് ഈ ജീൻസാണ് കിട്ടുന്നത്. ഓക്കെ, യെസ്, അതുകൊണ്ടാണ് നമുക്ക് പാരൻസിൻ്റെ ക്യാരക്ടർ കിട്ടാനുള്ള കാരണം കേട്ടോ. ജീൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. യെസ്, ഐ ഹോപ്പ് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത്. ദെൻ ദ എൻറ്റയർ കണ്ടൻറ്റ് ഓഫ് ദ സെൽ ഈസ് കോൾഡ് പ്രോട്ടോപ്ലാസം. യെസ് ചിൽഡ്രൻ, നോക്കൂ, ഇത് നമ്മുടെ സെൽ മെംബ്രെയിൻ അല്ലേ? ഈ ഏറ്റവും പുറത്തുള്ളത് സെൽ മെംബ്രെയിൻ്റെ അകത്തുള്ള എല്ലാ കാര്യം പറയുമ്പോൾ പ്രധാനമായിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? സൈറ്റോപ്ലാസം അല്ലേ? പിന്നെ ന്യൂക്ലിയസ്, സെൽ ഓർഗനൽസ് ഉണ്ട്, എന്നാലും സെൽ ഓർഗനൽസ് അവിടെ ഇരിക്കട്ടെ. സൈറ്റോപ്ലാസവും അതുപോലെ ന്യൂക്ലിയസും ആണ് ഉള്ളത്. ഈ സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, ഇതിനെല്ലാം കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. ഓക്കെ, അതുകൊണ്ടാണ് മാം ഇവിടെ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുള്ളത്. ഐ പുട്ട് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. നോക്കൂ, സൈറ്റോപ്ലാസം എന്നും ന്യൂക്ലിയസ് എന്നും ഇവിടെ ഇടാൻ കാരണം അതുകൊണ്ടാണ്. സോ ദി ഹോൾ കണ്ടൻറ്റ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളെയും, അതായത് സൈറ്റോപ്ലാസത്തിനെയും ന്യൂക്ലിയസിനെയും എല്ലാം കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം.
ഓക്കെ, ഡോണ്ട് ഗെറ്റ് അഫ്രൈഡ് ഓഫ് ഹിയറിങ് ദിസ് വേർഡ് പ്രോട്ടോപ്ലാസം. വാട്ട് ഇറ്റ് ഈസ്, എന്താണ് എന്ന് ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, മാം ചോദിക്കുകയാണ്, എന്താ പ്രോട്ടോപ്ലാസം? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, സെൽ മെംബ്രെയിൻ്റെ അകത്ത് മാം സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, സെൽ ഓർഗനൽസ് ഒക്കെ ഉണ്ട്. പ്രധാനമായിട്ടും സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഇതിനെല്ലാം കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം എന്ന് എനിക്ക് പറഞ്ഞുതരാം. ഓക്കെ ചിൽഡ്രൻ, യെസ്, പ്രോട്ടോപ്ലാസം ഈസ് ദി ലിവിങ് സബ്സ്റ്റൻസ് ഓഫ് സെൽ. യെസ്, ഇത് നിങ്ങൾക്കൊരു വൺ വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ഒരു സെല്ലിൻ്റെ അകത്തുള്ള ലിവിങ് സബ്സ്റ്റൻസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, പ്രോട്ടോപ്ലാസം ഈസ് ദി ലിവിങ് സബ്സ്റ്റൻസ് ഓഫ് സെൽ. പ്രോട്ടോപ്ലാസം ഈസ് ദി ലിവിങ് സബ്സ്റ്റൻസ് ഓഫ് ദി സെൽ. ഇത് കേട്ട് ഇപ്പം തന്നെ അത് മൈൻഡിൽ വെച്ചോളാം. കാരണം പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഈ പ്രോട്ടോപ്ലാസത്തിൻ്റെ അകത്താണ് കിടക്കുന്നത്. ന്യൂക്ലിയസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രോട്ടോപ്ലാസത്തിൻ്റെ അകത്താണ് കിടക്കുന്നത്. ദാറ്റ്സ് വൈ നമുക്ക് പറയാം എന്താണ്, പ്രോട്ടോപ്ലാസം ഈസ് ദി ലിവിങ് സബ്സ്റ്റൻസ് ഓഫ് സെൽ. ഓക്കെ ചിൽഡ്രൻ, അവർ ലാസ്റ്റ് സ്ലൈഡ് വി ആർ ജസ്റ്റ് ഗോയിങ് ടു ഫെമിലിയർ വിത്ത് ദ കോൺസെപ്റ്റ് ജീൻ. ഓക്കെ, ജീൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങളിപ്പോൾ ഇവിടെ പരിചയപ്പെടാൻ പോവുകയാണ്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് ഇൻ യുവർ കമ്മിങ് ക്ലാസ്സസ് ഓർ ഇൻ യുവർ ഹയർ ക്ലാസ്സസ് ടീച്ചേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു തരുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളാം കേട്ടോ. ഇവിടെ ഞാനൊരു ഇമേജ് ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്, നോക്കൂ. ഇതൊരു സെല്ലാണ് കേട്ടോ, ഇതൊരു സെല്ലാണ്, ഇതൊരു കംപ്ലീറ്റ് സെല്ലാണ്. അപ്പോൾ ആ സെല്ലിൻ്റെ ഏറ്റവും പുറത്ത് സെൽ മെംബ്രെയിൻ ഉണ്ടാവും. ആ ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്നത് അതിൻ്റെ സൈറ്റോപ്ലാസം ആണ്. അതിൻ്റെ സെൻറ്ററിൽ കാണുന്ന കുറച്ച് ഡാർക്ക് ബ്ലൂ ആയിട്ട് കാണുന്നത് അതിൻ്റെ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ആ ന്യൂക്ലിയസിനെ മാത്രം ഇങ്ങോട്ട് എൻലാർജ് ചെയ്ത് വലുതാക്കി കാണിച്ചിരിക്കുകയാണ്. നോക്കൂ, ന്യൂക്ലിയസിൻ്റെ എന്തൊക്കെയുണ്ട്? ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട് അല്ലേ, ഏറ്റവും പുറത്ത് ന്യൂക്ലിയർ മെംബ്രെയിൻ കാണാൻ പറ്റും. ദെൻ അതിൻ്റെ അകത്ത് എന്താണ്, ന്യൂക്ലിയോലസ് ഉണ്ട്. അതിലിപ്പോൾ കാണിച്ചിട്ടില്ല എന്ന് മാത്രം, ന്യൂക്ലിയോലസ് ഉണ്ടാവും. ദെൻ ആ എക്സ് ആകൃതിയിൽ കിടക്കുന്ന സാധനങ്ങൾ കണ്ടോ, അതാണ് നമുക്ക് ആ ത്രെഡ് പോലെ കാണുന്ന എന്ത്, ക്രോമസോം എന്ന് പറയുന്നത്. ഓക്കെ, ക്രോമസോം, ദേ ആർ നൺ അതർ ദാൻ ക്രോമസോം. നോക്കൂ, അതിൽ ഒരു ക്രോമസോമിനെയാണ് ഇവിടെ വലുതാക്കി കാണിച്ചിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും ഒരു ക്രോമസോമിനെ ഇങ്ങോട്ട് മാറ്റി നിർത്തി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, ദിസ് ഇസ് എ ക്രോമസോം ആൻഡ് ക്രോമസോമിൻ്റെ അകത്തും ഇതുപോലെ ഒരുപാട് നീളമുള്ള ഒരുപാട് ത്രെഡ് പോലത്തെ കുറേ സാധനങ്ങളുണ്ട്. നോക്കൂ, ക്രോമസോമിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നീണ്ട ത്രെഡ് പോലെ ഒരു സാധനം കിട്ടും. ദാറ്റ് ഈസ് കോൾഡ് DNA. എന്താണ് ചിൽഡ്രൻ? DNA. ഓക്കെ, ദെൻ DNA-യുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ പീസസ് ഓഫ് DNA ആണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, ഇതാ ഇത്രയും ഭാഗം ഒരു ജീനാണ്. ദെൻ അടുത്തത് ഇതാ ഇത്രയും ഭാഗം മറ്റൊരു ജീനായിരിക്കും. ദെൻ ഇത്രയും ഭാഗം മറ്റൊരു ജീനായിരിക്കും. ഓക്കെ, ഇനി ഇത്രയും ഭാഗം മറ്റൊരു ജീനായിരിക്കും. ഇത് മറ്റൊരു ജീനായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇതൊരു ജീനാണ്. അതേപോലെ തന്നെ ഇതാ ഇവിടെ മുതൽ ഇവിടം വരെ മറ്റൊരു ജീനായിരിക്കും. ഇവിടെ മുതൽ ഇതാ ഇത് മറ്റൊരു ജീനായിരിക്കും. ദെൻ ഇവിടെ മുതൽ ഇവിടം വരെ മറ്റൊരു ജീനായിരിക്കും. ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ മറ്റൊരു ജീൻ. നോക്കൂ, ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ മറ്റൊരു ജീൻ. അപ്പോൾ എത്ര ജീൻ ഉണ്ട് നോക്കൂ? 1 2 3 4 5. നോക്കൂ, 5 ജീൻസ് മാത്രമല്ല കേട്ടോ ഉള്ളത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണ്. സോ ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ്? ദാറ്റ് മീൻസ് ജീൻസ് അല്ലേ? നോക്കൂ, ഞാനിതെല്ലാം റൈസ് ചെയ്യാണ് ജസ്റ്റ്. യെസ്, ഒരുപാട് ജീൻസ് കൂടി ചേർന്നിട്ടാണ് DNA ഉണ്ടായിരിക്കുന്നത് അല്ലേ? യെസ്, DNA ഒരു വലിയ സ്ട്രാൻഡ്, ഒരുപാട് DNAകൾ കൂടി ചേർന്നിട്ടാണ് ക്രോമസോം ഉണ്ടായിരിക്കുന്നത് അല്ലേ? ക്രോമസോം. ദെൻ ക്രോമസോംസ് എവിടെയാണ് കാണുന്നത്? ന്യൂക്ലിയസിൻ്റെ അകത്താണ് അല്ലേ? ന്യൂക്ലിയസ് എവിടെയാണ് കാണുന്നത്? സെല്ലിൻ്റെ അകത്ത്. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സോറി. ഓക്കെ, സോ ഇനി നമുക്ക് ഈ പോയിൻറ്റ്സ് നോക്കാം. ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്.
യെസ്, ജീൻസിനെ നമ്മൾ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുക. ഇൻഹെറിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാരമ്പര്യ സ്വഭാവങ്ങൾ കിട്ടുക എന്നൊക്കെ പറയില്ലേ, അതായത് അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്നും പാരമ്പര്യമായിട്ട് നമുക്ക് ഒരു കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ഒരു സ്വഭാവം കിട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ കിട്ടുക. ആ പാരമ്പര്യ സ്വഭാവം ഇങ്ങനെ ആവർത്തിച്ച് ഓരോരോ തലമുറയിലേക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. ഇൻഹെറിറ്റൻസ്. ഓക്കെ, അപ്പോൾ ആ ഇൻഹെറിറ്റൻസിന് കാരണം ആരാണെന്നാണ് പറയണത്? ജീൻസ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം നമുക്ക് കിട്ടാൻ കാരണം അവരുടെ ജീൻസ് നമ്മുടെ ബോഡിയിലുള്ളത് കാരണമാണ് എന്ന്. അപ്പോൾ ജീൻസ് ആർ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇനി we get genes from our parents, that's why we show some characters of our parents. Okay children, ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, we get genes from our parents, from father and mother also. ഓക്കെ, ഫാദറിൽ നിന്നും മദറിൽ നിന്നും നമുക്ക് ജീൻസ് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാദറിൻ്റെ ക്യാരക്ടറും ഉണ്ടായിരിക്കും, മദറിൻ്റെ ക്യാരക്ടറും ഉണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ ക്യാരക്ടേഴ്സ് കിട്ടുന്നത്. സോ ഇൻഹെറിറ്റൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യം എന്താണ്? ജീനാണ് കേട്ടോ. ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ പാരമ്പര്യ സ്വഭാവം കിട്ടുക, തലമുറയിലേക്ക് ഇങ്ങനെ കൈമാറി വരുന്നതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. അപ്പോൾ ഇൻഹെറിറ്റൻസിന് കാരണം ജീൻസ് ആണ്. ഓക്കെ ചിൽഡ്രൻ, ഐ ഹോപ്പ് ടുഡേയ്സ് ക്ലാസ് ഇസ് വെരി ഇൻഫോർമേറ്റീവ് ഫോർ യു ആൻഡ് ദിസ് കോൺസെപ്റ്റ്, ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ്, ഇത് നിങ്ങൾ എത്ര വലിയ സ്റ്റാൻഡേർഡ്സിൽ ചെന്നാലും ഇഫ് യു ആർ സ്റ്റഡിയിങ് സയൻസ്, ദിസ് ഇമേജ് ഇസ് വെരി റിലവൻറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ബേസിക്. നിങ്ങളുടെ ബേസിക് ഇതാണ്, നിങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഇതാണ്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലാവുകയുള്ളൂ. സോ ഡു വാച്ച് ദി വീഡിയോ thoroughly and in the time of discussion we will discuss more. Okay, thank you.